വെൽക്കം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു ചരിത്ര സത്യമാണ്. എന്റെ വീഡിയോയിൽ ഉള്ള ചരിത്ര സത്യങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കുകയും എനിക്ക് സപ്പോർട്ട് നൽകുകയും വേണം. പുണ്യ റസൂലിന്റെ പിതൃവ്യനായ അബൂലഹബിന്റെ പുത്രന്മാർക്കായിരുന്നു നബിയുടെ പ്രിയപുത്രിമാരായ റുഖിയ ബീവി, ഉമ്മുകുൽസൂം ബീവി എന്നിവരെ യഥാക്രമം ഉത്ബ്, ഉദൈബ് എന്നിവർ വിവാഹം കഴിച്ചിരുന്നു. പിൽക്കാലത്ത് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം പുണ്യനബി ഇസ്ലാമിക പ്രബോധനം പരസ്യമാക്കിയപ്പോൾ സത്യപാത അംഗീകരിക്കാൻ അബൂലഹബ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, പ്രവാചകനെ കഠിനമായി എതിർക്കാനും പീഡിപ്പിക്കാനും അവൻ മുന്നിട്ടിറങ്ങി. ഈ സന്ദർഭത്തിലാണ് സത്യനിഷേധികൾക്കുള്ള താക്കീതായി വിശുദ്ധ ഖുർആനിലെ സൂറ അൽ-മസദ് അവതരിക്കുന്നത്. അബൂലഹബും അവൻ കൂട്ടുകിടക്കുന്ന പത്നിയും നരകത്തിലെ വിറകുചെല്ലികളാണെന്നും അവന്റെ സമ്പത്തോ മക്കളോ അവൻ യാതൊരു ഉപകാരവും ചെയ്യില്ലെന്നുമുള്ള കടുപ്പമേറിയ വചനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഖുർആനിന്റെ ഈ പ്രഖ്യാപനം കേട്ട് കലിതുള്ളിയ അബൂലഹബ് തന്റെ ആൺമക്കളായ ഉത്ബയെയും ഉദൈബയെയും വിളിച്ചുവരുത്തി. മുഹമ്മദിന്റെ പുത്രിമാരെ ഉടനടി വിവാഹമോചനം ചെയ്യാൻ അവൻ മക്കളോട് കൽപ്പിച്ചു. പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ഇരുവരും തിരുനബിയുടെ മക്കളെ വിവാഹമോചനം ചെയ്തു. എന്നാൽ ഉദൈബ് അതിൽ മാത്രം ഒതുങ്ങിനിന്നില്ല. അവൻ റസൂലുള്ളാഹിയുടെ സന്നിധിയിലെത്തി അവിടുത്തെ കോളറിൽ, കുപ്പായത്തിന്റെ കഴുത്തിൽ പിടിച്ചുലയ്ക്കുകയും അതിക്രൂരമായി അവഹേളിക്കുകയും ചെയ്തു. പ്രവാചകനോടുള്ള അവന്റെ ധിക്കാരം അതിരുവിട്ടു. തന്റെ പ്രിയപുത്രിമാരെ തലാഖ് ചൊല്ലിയതിന്റെ വേദനയ്ക്കു പുറമെ തന്നെ ശാരീരികമായി കൂടി മകൻ അവഹേളിച്ചപ്പോൾ ആ ഹൃദയവേദനയിൽ നിന്നും ഒരു പ്രാർത്ഥന പുറപ്പെട്ടു. സഹികെട്ട നിമിഷത്തിൽ മുത്തുനബി ഇപ്രകാരം പ്രാർത്ഥിച്ചു: പടച്ചവനെ, ഇവനെതിരെ നിന്റെ ഹിംസ്രജന്തുക്കളിൽ പെട്ട ഒരു ജന്തുവിനെ നീ അധികാരപ്പെടുത്തേണമേ. മനമുരുകിയുള്ള ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഉദൈബയ്ക്കും പിതാവ് അബൂലഹബിനും ഉള്ളിൽ ഭയം ജനിച്ചു. തിരുനബിയുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ അക്ഷരം പ്രതി സംഭവിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അഹങ്കാരം ഒന്നുമാത്രമായിരുന്നു സത്യം വിശ്വസിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞിരുന്നത്. അബൂലഹബ് എപ്പോഴും തന്റെ മകനോട് അതീവ ജാഗ്രത പാലിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കാലങ്ങൾക്കുശേഷം അബൂലഹബും മകനും കച്ചവടസംഘത്തോടൊപ്പം സിറിയയിലേക്ക് ഷാം യാത്ര തിരിച്ചു. യാത്രാമധ്യേ സംഘം വിശ്രമിക്കാനായി ബസ്റ്റായിൽ തമ്പടിച്ചു. മുഹമ്മദിന്റെ പ്രാർത്ഥന പുലരുമോ എന്ന ഭയം അബൂലഹബിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിനാൽ കച്ചവട ചരക്കുകൾ ഒരുമിച്ചു കൂട്ടിയിട്ട സ്ഥലത്ത് താഴെയായി മറ്റുള്ളവർ കിടക്കാനും ഉദൈബയെ ചരക്കുകൾക്ക് മുകളിലായി കിടത്താനും അവൻ നിർദ്ദേശിച്ചു. മകന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അതായിരിക്കുമെന്ന് അവൻ കരുതി. അങ്ങനെ രാത്രിയായി. സംഘം ഗാഢനിദ്രയിലാണ്ടു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ക്രൂരസിംഹം അവിടേക്ക് കടന്നുവന്നു. സിംഹം അവിടെ കിടന്നിരുന്ന ഓരോരുത്തരെയും മണത്തുനോക്കി. ഒടുവിൽ ചരക്കുകൾക്ക് മുകളിൽ കിടന്നിരുന്ന ഉദൈബയുടെ അടുത്തേക്ക് അത് നേരെ ചാടി വീണു. നിമിഷനേരം കൊണ്ട് അവനെ കടിച്ചു കീറുകയും വലിച്ചഴിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. അങ്ങനെ പുണ്യനബിയുടെ പ്രാർത്ഥന, പ്രവചനം അക്ഷരം പ്രതി സത്യമായി പുലർന്നു. അബൂലഹബിന്റെ അന്ത്യമാകട്ടെ ബദ്ർ യുദ്ധത്തിനു ശേഷം അതിനിന്ത്യവും ദയനീയവുമായ നിലയിലായിരുന്നുവല്ലോ സംഭവിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്.